പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 3 ഡെസിമൽ സീക്വൻസസ് എന്നുള്ള പോർഷനാണ്. ഇതിനു മുമ്പുള്ള പോർഷൻസൊക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഒബ്സർവ് ദി സീക്വൻസ് ഓഫ് ഡെസിമൽ നമ്പേഴ്സ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ചേഞ്ച് ആഫ്റ്റർ ഈച്ച് ടൈം. അപ്പോൾ നമുക്കിവിടെ ഒരു ഡെസിമൽ നമ്പറിൻ്റെ സീക്വൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓരോരോ ടേമിലും വന്നിട്ടുള്ള ചേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് 4.4, 4.8, 5.2, 5.6, 6 ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിയാൽ 4.4 കഴിഞ്ഞിട്ട് 4.8 ആണ്. അപ്പോൾ ഈ 4.4ൻ്റെ കൂടെ എത്രയാണ് ഇവിടെ ആഡായി വന്നിട്ടുള്ളതെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ 4.4ൽ നിന്ന് 4.8 ആകണമെങ്കിൽ എത്ര ആഡായിട്ടുണ്ട്? അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ. അല്ലാതെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. 4.4ൽ നിന്ന് 4.8 ആണെങ്കിൽ 0.4 ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കണ്ടുപിടിക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് ഇങ്ങനത്തെ മെത്തേഡിലും ചെയ്യാം. 8 - 4 ഈസ് 4, 4 - 4 ഈസ് 0. കണ്ടോ, 0.4 ആണ് ആഡായിട്ടുള്ളത്. അപ്പോൾ 4.4ൻ്റെ കൂടെ 0.4 ആഡായപ്പോൾ 4.8 കിട്ടി. 4.8ൻ്റെ കൂടെ 0.4 ആഡായപ്പോൾ 5.2 കിട്ടി. 5.2ൻ്റെ കൂടെ 0.4 ആഡായപ്പോൾ 5.6 കിട്ടി. 5.6ൻ്റെ കൂടെ 0.4 ആഡായപ്പോൾ 6.0 കിട്ടി. ഇനി അപ്പോൾ അടുത്ത എന്തായിരിക്കും? 6.0യുടെ കൂടെ 0.4 ആഡാകുമ്പം 6.4 കിട്ടും. അടുത്തത് 6.8 കിട്ടും. അടുത്തത് 7.2 കിട്ടും. അപ്പോൾ ഓരോ ടേമുകളുടെയും കൂടെ 0.4 ആഡായാണ് ഇങ്ങോട്ട് വരുന്നത്. നോക്കിയാൽ കണ്ടിന്യൂ ദി സീക്വൻസ് ആൻഡ് റൈറ്റ് ദ നെക്സ്റ്റ് 3 ടേംസ്. ഈ സീക്വൻസ് കണ്ടിന്യൂ ചെയ്തിട്ട് അടുത്ത 3 ടേമുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതാണിതാ നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. 6.4, 6.8 ആൻഡ് 7.2. അതായത് തന്നിരിക്കുന്നതിൻ്റെ കൂടെ 0.4 ആഡ് ചെയ്തങ്ങ് എഴുതുക കേട്ടോ. എന്നൊക്കെ സിമിലർലി ഐഡൻറ്റിഫൈ ദ ചേഞ്ച് ആൻഡ് റൈറ്റ് ദ നെക്സ്റ്റ് 3 ടേംസ് ഫോർ ഈച്ച് സീക്വൻസ് ഗിവൺ ബിലോ. ട്രൈ ടു ഡു ദീസ് കമ്പ്യൂട്ടേഷൻ മെൻ്റലി. അപ്പോൾ ഇത് മെൻ്റലി ചെയ്യാൻ വേണ്ടിയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം അടുത്ത 3 ടേമുകൾ വെച്ച് നമ്മളിവിടെ എഴുതണം. അപ്പോൾ നോക്കിയാൽ 4.4, 4.45, അടുത്തത് 4.5. അപ്പോൾ അതാ ഇവിടെ നോക്കിയേ എത്ര വീതമാണ് ഓരോ ടേമിൻ്റെയും കൂടെ ആഡായിട്ടുള്ളത് എന്ന് നോക്കുക. അപ്പോൾ ഫസ്റ്റ് ടേം 4.4 ആണ്. അടുത്തത് എന്തായി? 4.45 ആയി. അപ്പോൾ നമ്മളോട് മെൻ്റലി ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 4.4ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്തപ്പോഴാണ് 4.45 കിട്ടിയതെന്ന് നോക്കുക. ഇവിടെ വന്നപ്പോൾ ഏത് പ്ലേസാണ് ആഡായിട്ടുള്ളത്? ഹൺഡ്രഡ്സിൻ്റെ പ്ലേസാണ് ആഡായിട്ടുള്ളത്. അപ്പോൾ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പം 0. എന്ത് പറയാം? ഹൺഡ്രഡ്സിൻ്റെ പ്ലേസാണ്. ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് എന്ന് പറയുമ്പം 0.05 ആണ് വരിക അല്ലേ. അപ്പോൾ ഓരോന്നിൻ്റെയും കൂടെ 0.05 ആണ് ഇവിടെ ആഡായിട്ടുള്ളത്. അപ്പോൾ 4.4ൻ്റെ കൂടെ 0.05 ആഡായപ്പോൾ 4.45 കിട്ടി. ഇനി നിങ്ങൾക്ക് മെൻ്റലി അങ്ങനെ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 4.45ൽ നിന്ന് 4.4 സബ്ട്രാക്റ്റ് ചെയ്താൽ മതി. ഞാൻ ഒന്ന് ചെയ്ത് കാണിക്കാം. 4.45ൽ നിന്ന് 4.4 സബ്ട്രാക്റ്റ് ചെയ്യുന്നു. 4.4 മീൻസ് 4.40 എന്നാണ് കേട്ടോ. അപ്പോൾ 5, 0, 0 കണ്ടോ, 0.05 എന്ന് കിട്ടി. ഇനി അടുത്ത ടേം എങ്ങനെയാണ് കിട്ടിയത്? ഈ 4.45ൻ്റെ കൂടെ 4.05 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 4.5 കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. 4.45 + 0.05, 5 + 5 10, 4 + 1 5. കണ്ടോ, 4.5. 4.5 എന്ന് പറയുന്നത് 4.50 തന്നെയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ടേം ഇവിടെ എന്ത് വരും? 4.5ൻ്റെ കൂടെ 4.05 ആഡ് ചെയ്യുമ്പോൾ 4.55 എന്ന് വരും. അടുത്ത എന്ത് വരും? 4.6 എന്ന് വരും. അടുത്തത് 4.65 എന്ന് വരും. ഓക്കെ. ഇനി അടുത്തത്
25.75, 26.25, അടുത്തത് 26.75 ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എത്ര വെച്ചാണ് ആഡായിട്ടുള്ളതെന്ന് നോക്കുക. അപ്പോൾ 25.75, അടുത്തത് 26.25 അങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ 25 26 ആയി, 75 25 ആയി. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, 25.75ൻ്റെ കൂടെ 0.25 ആഡ് ചെയ്യുമ്പോൾ 26 ആവും. ആ 26ൻ്റെ കൂടെ വീണ്ടും 0.25 ആഡ് ചെയ്യുമ്പോഴാണ് 26.25 ആകുന്നത്. അപ്പോൾ മൊത്തം 0.50 ആഡായി അല്ലേ. അപ്പോഴാണ് 26.25 ആയത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് തന്നെ ചെയ്ത് നോക്കണം. 26.25ൽ നിന്ന് 25.75 സബ്ട്രാക്ട് ചെയ്യുക. 5 - 5 is 0. ഇവിടുന്ന് ഒരു 5 1 ഇപ്പുറത്തേക്ക് മാറ്റുന്നു. അപ്പോൾ ഇവിടെ 12 ആകുന്നു. 12 - 7 is 5. 0 0 കണ്ടോ, 0.50 ആഡ് ചെയ്തപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കുക, 25.75ൻ്റെ കൂടെ 0.25 ആഡ് ചെയ്താൽ 26 ആവും. അതിൻ്റെ കൂടെ വീണ്ടും 0.25 ആഡ് ചെയ്തപ്പോഴാണ് ഇവിടെ 26.25 ആയത്. അപ്പോൾ മൊത്തം നമ്മൾ 0.25 + 0.25 അല്ലേ. അതെന്ന് പറയുന്നത് 25 + 25 is 50. അപ്പോൾ 0.50 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ കൂടെ വീണ്ടും 0.50 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, 26.75 കിട്ടിയത്. ഇനി ഈ 26.75ൻ്റെ കൂടെ വീണ്ടും 0.50 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 5 2 6 + 1 7 27.25 എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ മെൻ്റലി ചെയ്യുക കേട്ടോ. ഇതിൻ്റെ കൂടെ വീണ്ടും ആഡ് ചെയ്താൽ എന്ത് കിട്ടും, 27.25ൻ്റെ കൂടെ ആഡ് ചെയ്താൽ 27.75 എന്ന് കിട്ടും. വീണ്ടും ആഡ് ചെയ്തിട്ട് 0.50 ആഡ് ചെയ്താൽ 28.25 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ 10.56, 10.67, 10.78 ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ 56 ഇവിടെ എന്തായി, 67 ആയി. അപ്പോൾ എത്ര ആഡായി, 0.11 ആണ് ഇവിടെ ആഡാകുന്നത് അല്ലേ. 5 6 ആയി, 6 7 ആയി. അപ്പോൾ രണ്ടിടത്തും ഓരോന്നാണ് കൂടിയത്. അപ്പോൾ എത്ര കൂടി, 0.11 കൂടി അല്ലേ. 10.56ൻ്റെ കൂടെ 0.11 ആഡ് ചെയ്യുമ്പോഴാണ് 6 + 1 7, 5 + 1 6, 10.67 കിട്ടിയത്. അടുത്തത് വീണ്ടും ഇതിൻ്റെ കൂടെ 11 ആഡ് ചെയ്തപ്പോൾ 7 + 1 8, 6 + 1 7. അപ്പോൾ ഇനി അടുത്ത എന്തായിരിക്കും, ഇതിൻ്റെ കൂടെ 11 ആഡ് ചെയ്യുമ്പോൾ 10.89 എന്ന് കിട്ടി. വീണ്ടും ഇതിൻ്റെ കൂടെ 11 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 10.89ൻ്റെ കൂടെ 0.11, 11 അല്ല 0.11 ആണ്. ഞാൻ എളുപ്പത്തിന് വേണ്ടി 11 എന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. 9 + 1 10, 8 9 10 1 11 എന്ന് കിട്ടി. അടുത്തത് 11, അടുത്ത അപ്പോൾ എന്ത് വരും, 11ൻ്റെ കൂടെ 0.11 ആഡ് ചെയ്യുമ്പം 11.11 എന്ന് വരും. ഓക്കെ, ഇനി അടുത്തത് 13.5, 16, 18.5 ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ 13.5ൻ്റെ കൂടെ എത്ര കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 16 കിട്ടുക എന്ന് നോക്കണം. 13.5ൻ്റെ കൂടെ 0.5 ആഡ് ചെയ്യുമ്പോൾ 14 ആവും. അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോഴാണ് 16 ആകുന്നത്. അപ്പോൾ മൊത്തം എത്ര ആഡായി 0.5ഉം 2ഉം 2.5 ഇവിടെ ആഡായി. അപ്പോൾ 16ൻ്റെ കൂടെ വീണ്ടും 2.5 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 18.5 എന്ന് കിട്ടി. 18.5ൻ്റെ കൂടെ 2.5 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 18.5ൻ്റെ കൂടെ 0.5 കൂടെ ആഡ് ചെയ്താൽ 19 ആവും. 19ൻ്റെ കൂടെ 2ഉം കൂടെ ആഡ് ചെയ്താൽ 21 ആവും. അപ്പോൾ ഇവിടെ അടുത്തത് 21 വരും. ഇനി 21ൻ്റെ കൂടെ 2.5 ആഡ് ചെയ്താൽ 21ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 23. 23യുടെ കൂടെ 0.5 കൂടെ ആഡ് ചെയ്താൽ 23.5. വീണ്ടും ഇതിൻ്റെ കൂടെ 2.5 ആഡ് ചെയ്താലോ, അപ്പോൾ 23.5ൻ്റെ കൂടെ 2.5ൻ്റെ 0.5 ആഡ് ചെയ്താൽ 24 ആവും. 24ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 26 എന്നാവും.
ഓക്കെ, അങ്ങനെ മൈൻഡിൽ നിങ്ങൾ ചെയ്യുക കേട്ടോ. അടുത്തത് 8.5, 9.4, 10.3 ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ 8.5ൻ്റെ കൂടെ എത്ര കൂടെ ആഡ് ചെയ്താലാണ് 9.4 കിട്ടുക? അപ്പോൾ 8.5ൻ്റെ കൂടെ 0.5 ആഡ് ചെയ്താൽ 9 ആവും. 9ൻ്റെ കൂടെ അപ്പോൾ നമ്മൾ 0.5 ആഡ് ചെയ്തു. 9ൻ്റെ കൂടെ വീണ്ടും 0.4ഉം കൂടെ ആഡ് ചെയ്താൽ 9.4 ആവും. അപ്പോൾ മൊത്തം എത്ര ആഡ് ചെയ്തു? 0.9 ആഡ് ചെയ്തു. അപ്പം 9.4ൻ്റെ കൂടെ 0.9 ആഡ് ചെയ്താലോ 10.3. വീണ്ടും 0.9 ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ എന്ത് വരും? 11.2. അങ്ങനെ നിങ്ങൾ മെൻ്റലി ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ അറിയാൻ വയ്യാത്തവരെ 10.3 പ്ലസ് എത്രയാണ്? 0.9. 9 + 3 12. 1 കണ്ടോ, 11.2 എന്ന് കിട്ടും. അടുത്തത് വീണ്ടും 0.9 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താവും? 12.1. 12.1ൻ്റെ കൂടെ 0.9 ആഡ് ചെയ്താൽ 13. ഓക്കെ, അടുത്തത് 5, 4.95, 4.90. ഇവിടെ നമ്പേഴ്സ് ബാക്കിലേക്കാണ് പോകുന്നത് അല്ലേ, അതായത് ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ സബ്ട്രാക്ഷൻ ആണ്. അപ്പോൾ 5, 4.95. അപ്പോൾ എത്രയാണ് സബ്ട്രാക്റ്റ് ആയത്? 0.05 ആണ് ഇവിടെ സബ്ട്രാക്റ്റ് ആയിട്ടുള്ളത്. അതിൽ നിന്ന് വീണ്ടും 0.05 സബ്ട്രാക്റ്റ് ചെയ്തപ്പോൾ 4.90 കിട്ടി. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? 4.85 ആയിരിക്കും. അടുത്തത് 0.05 വീണ്ടും സബ്ട്രാക്റ്റ് ആകുമ്പം 4.80. അടുത്തത് എന്ത് വരും? 4.75. ഇവിടെ 12.45, 11.95, 11.45 ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ എത്ര വെച്ചാണ് സബ്ട്രാക്റ്റ് ആയിട്ടുള്ളത്? ഇവിടെ 0.5 വെച്ചാണ് സബ്ട്രാക്റ്റ് ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ 11.95ൽ നിന്ന് വീണ്ടും ഇത് സബ്ട്രാക്റ്റ് ചെയ്തപ്പോൾ 11.45. അപ്പോൾ അടുത്ത എന്തായിരിക്കും? 10.95. അടുത്ത എന്ത് വരും? 10.45. അടുത്തത് 9.95 ഇങ്ങനെ വരും. ഓരോ ടേമിൽ നിന്നും 0.50 സബ്ട്രാക്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് മെൻ്റലി ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ 12.45ൽ നിന്ന് 11.95 സബ്ട്രാക്റ്റ് ചെയ്ത് ഡിഫറൻസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ഓരോന്നിൽ നിന്നും അത് സബ്ട്രാക്റ്റ് ചെയ്യുക. ഇനി ഇവിടെ നോക്കിയാൽ 36.5 33 ആയി. അപ്പോൾ എത്രയാണ് സബ്ട്രാക്റ്റ് ആയിട്ടുള്ളത്? 36.5ൽ നിന്ന് 0.5 സബ്ട്രാക്റ്റ് ആയാൽ 36 ആകും. 36ൽ നിന്ന് 3 സബ്ട്രാക്റ്റ് ചെയ്യുമ്പോഴാണ് 33 ആകുന്നത്. അപ്പം മൊത്തം 3.5 ആണ് ഇവിടെ സബ്ട്രാക്റ്റ് ആകുന്നത്. അപ്പോൾ 33ൽ നിന്ന് 3.5 സബ്ട്രാക്റ്റ് ചെയ്തപ്പോൾ 29.5 കിട്ടി. 29.5ൽ നിന്ന് 3.5 സബ്ട്രാക്റ്റ് ചെയ്താൽ 0.5 സബ്ട്രാക്റ്റ് ചെയ്താൽ 29. 29ൽ നിന്ന് വീണ്ടും 3 ചെയ്താൽ 26. ഇതിൽ നിന്ന് വീണ്ടും ചെയ്താൽ 26ൽ നിന്ന് 3 സബ്ട്രാക്റ്റ് ചെയ്താൽ 23. 23ൽ നിന്ന് വീണ്ടും 0.5 സബ്ട്രാക്റ്റ് ചെയ്താൽ 22.5. 22.5ൽ നിന്ന് 0.5 സബ്ട്രാക്റ്റ് ചെയ്താൽ 22. 22ൽ നിന്ന് 3 സബ്ട്രാക്റ്റ് ചെയ്താൽ 19. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഇതേപോലെ നിങ്ങൾ മെൻ്റലി ചെയ്യാനായിട്ട് ശ്രമിക്കുക. പറ്റിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ സബ്ട്രാക്ഷൻ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പോയിൻ്റ് ഇട്ട് വരുന്നതൊക്കെ ആദ്യം പോയിൻ്റ് സബ്ട്രാക്റ്റ് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ള നമ്പർ സബ്ട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. മേക്ക് യുവർ ഓൺ സീക്വൻസസ് ആൻഡ് ചലഞ്ച് യുവർ ക്ലാസ്മേറ്റ് ടു എക്സ്റ്റെൻഡ് ദി പാറ്റേൺ. ഇത് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.